ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹ്റാൻ മംദാനി. അക്ഷരാർത്ഥത്തിൽ ലോകം ഞെട്ടിയ പ്രഖ്യാപനമായിരുന്നു അത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ടാണ് ഇറാനെ ആക്രമിച്ചത്. ഗാസ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളടക്കം നിരവധി പേരാണ്. ഇതോടെ ലോകമൊന്നാകെ ഇസ്രായേലിനെ പ്രതിപട്ടികയിൽ ചേർത്ത് കഴിഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ശത്രുപട്ടികയിൽ ചേർത്തിരിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. എന്നാൽ ന്യൂയോർക്ക് സിറ്റി മേയർ തന്നെ പരസ്യമായി രംഗത്ത് വന്നതോടെ ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. നെതന്യാഹു ഒരു യുദ്ധ കുറ്റവാളിയാണെന്നും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ടെന്നും മംദാനി ചൂണ്ടിക്കാട്ടുന്നു. നിയമവിഭാഗവുമായി അറസ്റ്റ് സംബന്ധിച്ച ചർച്ചകൾ സജീവമായി നടന്നു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ദി ന്യൂയോർക്ക് ടൈംസിന്റെ ദി ഇന്റർവ്യൂ എന്ന പോഡ്കാസ്റ്റിലാണ് മംദാനി ഈ നിർണായക നീക്കത്തെക്കുറിച്ച് സൂചന നൽകിയിരിക്കുന്നത്. നെതന്യാഹു ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിലാണ് ഇരിക്കേണ്ടതെന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഇതിന് തെളിവാണെന്നും മംദാനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗസയിലെ ഇസ്രായേൽ യുദ്ധത്തെ ഒരു വംശഹത്യ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മംദാനി വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വലിയ വിജയമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയെ തേടിയെത്തിയത്. സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിലെത്താൻ സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി 2024 നെതന്യാഹുവിനും മറ്റ് ഇസ്രായേൽ നേതാക്കൾക്കുമെതിരെ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. എന്നാൽ അമേരിക്കൻ ഭരണകൂടം ഈ വാറണ്ടിനെ അംഗീകരിക്കുന്നില്ല. ICC വാറണ്ട് നടപ്പിലാക്കാൻ രാജ്യങ്ങളെ ബാധ്യസ്ഥരാക്കുന്ന റോം ചട്ടം അമേരിക്ക ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എന്നതും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും ICC വാറണ്ടിനെ തള്ളിക്കളഞ്ഞിരുന്നു. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവർ ICCയെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് മേയറുടെ നീക്കം ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. അതേസമയം മേയറുടെ പ്രസ്താവന വെറും രാഷ്ട്രീയ നാടകം മാത്രമാണെന്ന് UN-ലെ അമേരിക്കൻ അംബാസഡർ മൈക്ക് വാൾസ് പരിഹസിച്ചിട്ടുണ്ട്. അമേരിക്ക ICCയിൽ അംഗമല്ലാത്തതിനാൽ അത്തരം നടപടികൾക്ക് നിയമസാധുതയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. തന്റെ അറസ്റ്റിനെ കുറിച്ചുള്ള ആശങ്കകളെ നെതന്യാഹു തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നെതന്യാഹു അഭിമാനപൂർവ്വം ന്യൂയോർക്കിലെത്തുമെന്ന് ഇസ്രായേൽ അംബാസഡർ ഡാനി ഡാനോണും വ്യക്തമാക്കി. എന്നാൽ തന്റെ വാക്കു പാലിക്കുമെന്നും അറസ്റ്റ് ചെയ്യാതെ പിന്നോട്ടില്ലെന്നുമാണ് സൊഹ്റാൻ മംദാനി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പിന് യാതൊരു വിലയുമില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രം ലംഘിച്ച പശ്ചാത്തലത്തിലാണ് മൊജ്തബ ഖമനേയിയുടെ പ്രതികരണം. ഇറാനുമായുള്ള കരാർ അമേരിക്ക നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ട്രംപിന്റെ ഒപ്പ് വിലയില്ലാത്തതും വിശ്വസിക്കാൻ പറ്റാത്തതുമായിരിക്കുന്നുവെന്ന് മൊജ്തബ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ തകർന്നതോടെ ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ സംഘർഷം കടുത്തിരിക്കുകയാണ്. സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ അമേരിക്കയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും മൊജ്തബ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാഷിംഗ്ടൺ തങ്ങളുടെ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനാൽ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നതായി ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ഏകദേശം 1 മാസം മുൻപാണ് വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ കരാറിലേർപ്പെട്ടത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയിയുടെ പ്രസ്താവന സ്റ്റേറ്റ് ടെലിവിഷനിലൂടെയാണ് പുറത്തുവിട്ടത്. മൊജ്തബ ഖമനേയി നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പ്രസ്താവന സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ വായിച്ച് കേൾപ്പിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്യുമെന്ന മേയറുടെ പ്രസ്താവനയെയും ഇറാൻ സ്വാഗതം ചെയ്തിട്ടുണ്ട്.